പ്രിയമുള്ളവരെ, വചനജ്വാല 1597 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജനുവരി 14 ബുധനാഴ്ച എല്ലാവർക്കും ഏറ്റവും നല്ല ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്നത്തെ വചന വായനയിൽ ഏശയ്യായുടെ പുസ്തകം 51 അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവാക്യങ്ങൾ. സിയോനെ ആശ്വാസം, കർത്താവിനെ അന്വേഷിക്കുന്നവരെ, രക്ഷ നേടുന്നവരെ, എൻ്റെ വാക്കു കേൾക്കുവിൻ. നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ഗനിഗർഭത്തിലേക്കും നോക്കുവിൻ. നിങ്ങളുടെ പിതാവായ അബ്രഹാത്തെയും നിങ്ങളെ വഹിച്ച സാറായെയും നോക്കുവിൻ. അബ്രഹാം ഏകനായിരിക്കെ ഞാൻ അവനെ വിളിച്ചു, ഞാൻ അവനെ അനുഗ്രഹിച്ചു, അവൻ വർദ്ധിച്ചു പെരുകി. കർത്താവ് സിയോനെ ആശ്വസിപ്പിക്കും, അവളുടെ വിജനപ്രദേശങ്ങളെ സ്വാന്തനപ്പെടുത്തും. അവളുടെ മരുപ്രദേശങ്ങളെ ഏദൻ പോലെയും മണലാരണ്യങ്ങളെ കർത്താവിന്റെ തോട്ടം പോലെയും ആക്കും. സന്തോഷവും ആനന്ദവും നന്ദി പ്രകടനങ്ങളും ഗാനാലാപങ്ങളും അവളിൽ നിറയും. എന്റെ ജനമേ, എന്റെ വാക്കു കേൾക്കുവിൻ. എന്റെ രാജ്യമേ, എനിക്ക് ചെവി തരുവിൻ. എന്നിൽ നിന്ന് ഒരു നിയമം പുറപ്പെടും. എന്റെ നീതി ജനതകൾക്ക് പ്രകാശമായിരിക്കും. ഞാൻ അതിവേഗം അവരെ മോചിപ്പിക്കും. എന്റെ രക്ഷ കടന്നു വരുന്നു. എന്റെ കരം ജനതകളെ ഭരിക്കും. തീരദേശങ്ങൾ എന്നെ കാത്തിരിക്കുകയും എന്റെ ഭരണം ആഗ്രഹിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ മുകളിൽ ആകാശത്തേക്കും താഴെ ഭൂമിയിലേക്കും നോക്കുവിൻ. ആകാശം പുക പോലെ അപ്രത്യക്ഷമാകും, ഭൂമി വസ്ത്രം പോലെ പഴകും, അതിലെ നിവാസികൾ കൊതുക് പോലെ ചത്തുപോകും. എന്നാൽ ഞാൻ നൽകുന്ന രക്ഷ നിത്യമാണ്, മോചനം അനന്തവും. ന്യായം അറിയുന്നവരും എന്റെ നിയമ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരുമായ ജനമേ, എന്റെ വാക്കു കേൾക്കുവിൻ. മനുഷ്യരുടെ നിന്ദനത്തെ ഭയപ്പെടുകയോ ശകാരങ്ങളിൽ സംഭ്രമിക്കുകയോ വേണ്ട. വസ്ത്രം പോലെ ഇരട്ടവാലനും കമ്പിളി പോലെ പുഴുവും അവരെ ഞാൻ തിന്നൊടുക്കും. എന്നാൽ ഞാൻ നൽകുന്ന മോചനം നിത്യമാണ്, എന്റെ രക്ഷ തലമുറകളോളം നിലനിൽക്കും. കർത്താവിന്റെ ഭുജമേ ഉണരുമ, ശക്തി ധരിക്കുക. മുൻകാല തലമുറകളെ പൂർവകാലങ്ങളിലെ പോലെ ഉണരുവിൻ. റാഹാബിനെ വെട്ടിനുറുക്കിയതും മഹാസർപ്പത്തെ കുത്തിപ്പിളർന്നതും അങ്ങല്ലേ. അത്യഗാധത്തിലെ ജലത്തെ വറ്റിച്ചത് അങ്ങല്ലേ. മോചിതർക്ക് കടന്നു പോകാൻ സമുദ്രത്തിന്റെ ആഴത്തിൽ പാതയൊരുക്കിയതും അങ്ങല്ലേ. കർത്താവ് വീണ്ടെടുത്തവൻ സിയോനിലേക്ക് ഗാനാലാപത്തോടെ തിരിച്ചു വരും. നിത്യമായ ആനന്ദം ശിരസിൽ ചൂടും, സന്തോഷവും ആഹ്ലാദവും അവരിൽ നിറയും. ദുഃഖവും നെടുവീർപ്പും അവരെ വിട്ടുപോകും. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് അക്രൈസ്തവനായി ജനിച്ച് ക്രിസ്തുവിന് വേണ്ടി ഒരുപാട് സഹനങ്ങൾക്കൊടുവിൽ ധീര രക്തസാക്ഷിയായി ജീവിച്ച് മരിച്ച നീലകണ്ഠപിള്ള എന്ന ലാസർ ദേഹസഹായം പിള്ളയെ അനുസ്മരിക്കുന്ന പൊൻ സുദിനമാണ് ഇന്ന്. 1712 ഏപ്രിൽ 23 തിരുവിതാംകൂറിലെ ഒരു നായർ തറവാട്ടിലാണ് ജനനം. നീലകണ്ഠപിള്ള എന്നായിരുന്നു ആദ്യ പേർ. നമ്മെ ചെറുപ്പത്തിൽ സംസ്കൃതം, തമിഴ്, മലയാളം എന്നീ ഭാഷകളും ഹൈന്ദവ ആചാരങ്ങളും ആഴമായി പഠിച്ചു. കൂർമ്മബുദ്ധിയും ഉത്സാഹിയുമായ നീലകണ്ഠപിള്ള രാജകൊട്ടാരത്തിൽ രാജ്യകാര്യങ്ങൾ നോക്കുന്ന ഉദ്യോഗസ്ഥനായിരുന്നു. കുളച്ചിൽ യുദ്ധത്തിൽ ഡച്ചുകാരനായ കമാൻഡന്റായ
ഡിലനോയിയെ തടവിലാക്കി. ഡിലനോയിയുടെ സാമർത്ഥ്യത്തിൽ ആകൃഷ്ടനായി രാജാവ് തിരുവിതാംകൂർ സായുധ സേനയുടെ കമാൻഡന്റാക്കി. ലത്തീൻ കത്തോലിക്കനായ ഡിലനോയിയുടെ ദൈവവിശ്വാസം നീലകണ്ഠപിള്ളയിൽ ക്രിസ്തുവിശ്വാസം രൂപപ്പെടുത്തി. ദൈവത്തിന്റെ സഹായം എന്നർത്ഥത്തിലുള്ള ലാസർ എന്ന പേരിൽ മാമോദീസ സ്വീകരിച്ചു. ദേവസഹായം പിള്ള എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു. ഭാര്യ ഭാർഗവി അമ്മാൾ ജ്ഞാനപ്പൂ എന്ന പേരിലും സ്നാനപ്പെട്ടു. ക്രിസ്തുവിശ്വാസം ത്യജിക്കാൻ ദേവസഹായം പിള്ളയെ പ്രഭുക്കന്മാർ നിരന്തരമായി നിർബന്ധിച്ചുകൊണ്ടിരുന്നു. എങ്കിലും അതിന് തയ്യാറാകാത്തതുകൊണ്ട് ഭീഷണിപ്പെടുത്തുകയും തടവിലാക്കി 3 കൊല്ലം കഠിനമായ ശിക്ഷണമുറകളിലൂടെ പീഡിപ്പിക്കുകയും ചെയ്തു. വധശിക്ഷ ലഭിക്കണമെന്ന ഉദ്ദേശത്തോടെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി ദിനംതോറും 80 ചാട്ടവാറടിയും മുറിവുകളിലും നാസാരന്ധങ്ങളിലും കുരുകുമുളക് പൊടി തേച്ച് വെയിലത്ത് നിർത്തുകയും മലിനജലം കുടിപ്പിക്കുകയും അങ്ങനെ ഒരുപാട് കഷ്ടപ്പെടുത്തുകയും ചെയ്തു. അരുവായ്മൊഴിയിലും വനത്തിൽ ബന്ധനസ്ഥനാക്കി. അവിടെ വെച്ച് കഠിന തപസ് ചെയ്ത് ശക്തി സംഭരിച്ചു. വധശിക്ഷയ്ക്ക് വേണ്ടി കൊണ്ടുപോകുമ്പോൾ ദാഹജലം കൊടുക്കാതെ വന്നപ്പോൾ പാറയിൽ കൈകൊണ്ടിടിച്ചപ്പോൾ അവിടെ നിന്ന് ജലം പുറപ്പെടുന്ന ഒരു അരുവി ഉണ്ടായി. ആ ഉറവയിൽ നിന്ന് ഇപ്പോഴും ധാരാളം ജനങ്ങൾ വെള്ളം കൊണ്ടുപോയി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു വരുന്നു. കാറ്റാടി മലയിൽ വെച്ച് 1752 ജനുവരി 14 അദ്ദേഹത്തെ വെടിവെച്ച് കൊന്നത്. അങ്ങനെ ദേവസഹായം പിള്ള ധീര രക്തസാക്ഷിയായി. പ്രിയമുള്ളവരെ, 2022 മെയ് 15 ഫ്രാൻസിസ് മാർപ്പാപ്പ ദേവസഹായം പിള്ളയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി. നമ്മുടെ ഏറ്റവും അടുത്തുള്ള തമിഴ്നാട്ടിലെ കോട്ടൂർ കത്തീഡ്രലിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഭാരതത്തിന്റെ ആദ്യ അൽമായ രക്തസാക്ഷി കൂടിയാണ് വിശുദ്ധൻ. പ്രിയരെ, ഇന്ന് തന്നെയാണ് ആഗോള കത്തോലിക്ക സഭയിൽ വിശുദ്ധ മലാക്കിയെ അനുസ്മരിക്കുന്ന ദിവസം. ആൻമാർഗിലെ ഒരു കുലീന കുടുംബത്തിൽ ജനനം, ബെനഡിക്റ്റൻ ആശ്രമത്തിൽ പഠനം, 25-ാം വയസ്സിൽ പൗരോഹിത്യം, 29-ാം വയസ്സിൽ ബാംഗ്ലൂരിലെ ആബട്ടായി, 30-ാം വയസ്സിൽ കോന്നൂറിലെ മെത്രാനായി അഭിഷേകം ചെയ്യപ്പെട്ടു. 38-ാം വയസ്സിൽ ആർമാഗിലെ മെത്രാപോലീത്തായായി. ഒരുപാട് എതിർപ്പുകൾ ഉണ്ടായിരുന്നുവെങ്കിലും തീഷ്ണതയോടെ 2 രൂപതകളും ഭരിച്ചു. 44-ാം വയസ്സിൽ ആർമാർഗിലെ സ്ഥാനമെല്ലാം രാജിവെച്ച് കോന്നൂറിലേക്ക് മടങ്ങി. അനന്തരം മലാക്കി പിതാവ് മാർപ്പാപ്പയെ കാണുകയും അയർലൻഡിലെ പേപ്പൽ പ്രതിനിധിയായി നിയമിക്കപ്പെടുകയും ചെയ്തു. ഒരിക്കൽ കൂടി റോമാ യാത്ര ചെയ്തു. മടക്കയാത്രയിൽ 54-ാം വയസ്സിൽ ക്ലെയർവോ ആശ്രമത്തിൽ വിശുദ്ധ ബെർണാർഡിന്റെ കരങ്ങളിൽ കിടന്ന് സകല മരിച്ചവരുടെയും ഓർമ്മദിനത്തിൽ ഈ ലോകത്തു നിന്നും യാത്രയായി. ഒരുപാട് അത്ഭുതങ്ങൾ പ്രവർത്തിച്ച മാർപ്പാപ്പമാരെ പറ്റി ഒരുപാട് പ്രവചനങ്ങൾ നടത്തിയാണ് വിശുദ്ധ മലാക്കി ഈ ലോകത്തു നിന്നും യാത്ര പറഞ്ഞത്. അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ മലാക്കിയുടെയും ധീര രക്തസാക്ഷിയായ വിശുദ്ധ ദേവസഹായം പിള്ളയുടെയും മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ബുധനാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.